നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പലവട്ടമാണ് ഇറാൻ ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. നേരത്തെ ബഹ്റിൻ, കുവൈറ്റ് എന്നീ ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് 6 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ IRGC തൊടുത്തു. 2 ദിവസങ്ങൾക്ക് മുൻപാണ് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ശക്തമാക്കിയത് IRGC. 4ലേറെ ഡ്രോണുകൾ ഉപയോഗിച്ചും ഈ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. എന്നാൽ US സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങളെ പ്രതിരോധിച്ചു. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്ക് നേരെ IRGC ആക്രമണം തൊടുത്തിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചടിക്ക് ഉത്തരവിട്ടില്ല. ഇറാനെ ആക്രമിക്കാനിറങ്ങിയ ഇസ്രായേലിനെ തടയുകയും ചെയ്തു. യുദ്ധക്കൊതിയാണ് ഇസ്രായേലിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഉപരോധവും ഭീഷണിയും കൊണ്ട് ഇറാനെ മുട്ടുകുത്തിക്കുകയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. എന്നാൽ അവ ലക്ഷ്യം കണ്ടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും ശക്തമായ തലങ്ങളിൽ ഇപ്പോൾ ആക്രമണം തുടരുകയാണ് ഇറാനും മറുവശത്ത് അമേരിക്കയും. ഗൾഫ് മേഖലയിലെ ചില രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം തൊടുത്തതോടെ ഇറാനിലെ ഗോരുഖേഷ് ദ്വീപ് എന്നിവിടങ്ങളിലെ തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ US സെൻട്രൽ കമാൻഡ് ആക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ മിസൈൽ ശേഖരം ഇപ്പോൾ 21 മുതൽ 22% കുറഞ്ഞു എന്നാണ് അമേരിക്ക ഒരു ദിവസം മുമ്പ് പറഞ്ഞത്. ഹോർമുസ് കടലിടുക്കിൽ ശക്തമായ പട്രോളിംഗ് ഇതിനിടയിൽ അമേരിക്ക തുടരുകയും ചെയ്തു. എന്നാൽ അപ്രതീക്ഷിതമായി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആക്രമണം. അമേരിക്കയ്ക്ക് നഷ്ടമായത് അവരുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. എന്നാൽ അമേരിക്കയുടെ ഏറ്റവും വില കൂടിയ യുദ്ധസജ്ജമായ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി. ഇറാന്റെ പ്രകോപനപരമായ ആക്രമണത്തിന് മറുപടി കൊടുക്കുമെന്ന് ട്രംപ് പ്രസ്താവന നടത്തി. എന്നാൽ ആക്രമിച്ചത് തങ്ങളല്ല എന്ന നിലപാടായിരുന്നു ആദ്യം ഇറാൻ കൈക്കൊണ്ടത്. ഒടുവിൽ ഇറാനിൽ നിന്ന് തന്നെ സ്ഥിരീകരണമുണ്ടായി. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ ആക്രമിച്ചു. കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന അമേരിക്കയുടെ അത്യാധുനിക അപ്പാച്ചെ ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് ഇറാൻ വെടിവെച്ചിട്ടത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 2 പൈലറ്റുമാർ പൂർണ്ണ സുരക്ഷിതരാണ്. അവരെ ട്രോൺ ബോട്ടുകൾ ഉപയോഗിച്ച് സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുത്തി എന്ന് ട്രംപ് പറയുന്നു. ഇസ്രായേൽ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണം. ഇതിനെ തുടർന്ന് ഇറാനിലെ പെട്രോകെമിക്കൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി. അരുതെന്ന് ഇസ്രായേലിനോട് ആജ്ഞാപിച്ച ട്രംപ് മേഖലയിലെ യുദ്ധത്തിന് താൻ അറുതി വരുത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചുള്ള ശക്തമായ യുദ്ധഭീഷണി നിലനിൽക്കുന്നതിനിടയിലാണ് അപ്പാച്ചെ ഹെലികോപ്റ്റർ ആക്രമിച്ചു വീഴ്ത്തിയത്. ഹോർമുസ് കടലിടുക്കിന് സമീപം പ്രവർത്തിക്കുന്ന വിദേശ സൈനിക വിഭാഗങ്ങൾ ഉടൻ തന്നെ പ്രദേശം വിട്ടുപോകണമെന്നും അല്ലാത്തപക്ഷം അവർ നിരന്തരമായ അപകട സാധ്യത ക്ഷണിച്ചു വരുത്തുമെന്നും ഇതിനിടയിൽ ഇറാൻ പ്രതികരിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ് മുന്നറിയിപ്പ് നൽകിയത്. അമേരിക്കൻ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രതികരണം. മനുഷ്യസഹജമായ തെറ്റുകൾ, അപകടങ്ങൾ അല്ലെങ്കിൽ വലിയ വെടിവെപ്പുകൾ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് മേഖലയിലെ വിദേശ സൈനികർ വലിയ അപകടമാണ് നേരിടുന്നത് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞിരുന്നു. വിദേശ സൈന്യം പിന്മാറുന്നതാണ് അവർക്ക് ഏറ്റവും സുരക്ഷിത മാർഗം. നയതന്ത്രത്തിന്റെ ഭാഗമായാണ് താനിപ്പോൾ ഇത്തരമൊരു പ്രസ്താവന നടത്തുന്നത് എന്ന് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ആവശ്യമെങ്കിൽ മറ്റ് രീതികളിൽ പ്രതികരിക്കുമെന്നും വിദേശകാര്യമന്ത്രിയുടെ മുന്നറിയിപ്പ്. അമേരിക്കയുടെ അപ്പാച്ചെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ട ഇറാനെ പാഠം പഠിപ്പിക്കുക എന്ന ഒറ്റ പോംവഴിയിലേക്ക് ഇപ്പോൾ ട്രംപ് തിരിഞ്ഞിരിക്കുന്നു. ഇറാന്റെ ഒരുവിധത്തിലും ന്യായീകരിക്കാനാവാത്ത ആക്രമണത്തിന് മറുപടി തങ്ങൾ നൽകുമെന്നാണ് തുടർന്ന് ട്രംപ് പറഞ്ഞത്. അമേരിക്കൻ സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫ് കൂടിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് നൽകിയ ഉത്തരവിനെ തുടർന്ന് ഇറാന് നേർക്ക് ശക്തമായ ആക്രമണങ്ങൾ അമേരിക്കൻ സെൻകോം തുടങ്ങിവെച്ചു. അമേരിക്കൻ പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിയോടെ ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ തുടങ്ങി എന്ന് US സെൻട്രൽ കമാൻഡ് Xൽ കുറിച്ചു. പ്രതികാരം ചെയ്യുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ശക്തമായ ആക്രമണത്തിന് അമേരിക്കൻ സേന ഇറങ്ങിയത്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ഒരു ശക്തമായ വെടിനിർത്തൽ കരാറിലെത്തുന്നു എന്ന പ്രതീതി പൊതുവെ ലോകത്തിനു മുന്നിൽ പരന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി സംഘർഷം വ്യാപിക്കുന്നത്. ന്യായീകരിക്കാനാവാത്ത ഇറാനിയൻ ആക്രമണത്തിനുള്ള ആനുപാതിക പ്രതികരണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്ക ഇറാന് നേരെ ആക്രമണങ്ങൾ തൊടുത്തതോടെ തിരിച്ചടി ശക്തമാക്കുമെന്ന് ഇറാന്റെ IRGC. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ബഹ്റിനിലെ US 5ാം കപ്പൽ പടയെ ആക്രമിച്ചു എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു.
ബഹ്റിനിലെ US 5ാം കപ്പൽപ്പടയെ ലക്ഷ്യമിട്ട് ഇതിനിടയിൽ IRGC ചില ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. പിന്നീട് കുവൈറ്റിലെയും ജോർദാനിലെയും US താവളങ്ങൾക്ക് നേരെ കൂടുതൽ ആക്രമണങ്ങൾ അവർ ശക്തമാക്കി. ഇതിനിടയിൽ അമേരിക്കയുടെ F-35 യുദ്ധവിമാന ഹാക്കറുകളും ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററും ലക്ഷ്യമിട്ട മിസൈൽ ആക്രമണങ്ങൾ. 5ലേറെ മിസൈലുകൾ തങ്ങൾ വെടിവെച്ചിട്ടു എന്ന് ജോർദാൻ സായുധ സേന വ്യക്തമാക്കി. ശത്രുവിന്റെ വ്യോമലക്ഷ്യങ്ങൾ തങ്ങൾ ആക്രമിക്കുകയാണ് എന്ന് അമേരിക്കയും വ്യക്തമാക്കി. യുദ്ധക്കുതിയന്മാരായ US ഭരണകൂടം ഇന്ന് പുലർച്ചെ ജാസ്ക്, സിറിക്, കേഷ്മം എന്നിവിടങ്ങളിലെ നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടത്തി എന്ന് ഇറാനിയൻ മാധ്യമം. തുടർന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ മുന്നറിയിപ്പ്: സുരക്ഷിതരാകണമെങ്കിൽ ഞങ്ങളുടെ പ്രദേശം വിട്ടുപോകൂ. പേർഷ്യൻ ഗൾഫിന്റെ ചരിത്രത്തിൽ പുറത്തുനിന്നുള്ളവരുടെ കടന്നുകയറ്റത്തിന്റെ ദാരുണമായ വിധികളെക്കുറിച്ച് നിരവധി അധ്യായങ്ങളുണ്ട് എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അരാഗ്ചി ഓർമ്മപ്പെടുത്തി. വാൾ സ്ട്രീറ്റിന് നൽകിയ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതിനെ നിസ്സാരവൽക്കരിച്ചു. പൈലറ്റ് സുഖമായിരിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഗെറ്റ്സത്തും ജനറൽ ഡാൻ കെയ്നും ട്രംപിനെ പ്രതികാരം ചെയ്യാൻ നിർബന്ധിച്ചുവെന്നാണ് വാൾ സ്ട്രീറ്റ് ജേണൽ വ്യക്തമാക്കിയിരിക്കുന്നത്. USന്റെ അപ്പാച്ച ഹെലികോപ്റ്റർ വെടിവെച്ചു വീഴ്ത്തിയതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്ന് അമേരിക്കയിൽ പൊതുവികാരം. ഇതിനെ തുടർന്ന് ഇറാന് നേർക്കുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കാൻ ട്രംപ് തീരുമാനമെടുത്തു. ചൊവ്വാഴ്ച പുലർച്ചെ 3:30ഓടെയാണ് ഒമാൻ തീരത്ത് പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണത് എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. 2 മണിക്കൂറോളം പൈലറ്റുമാർ വെള്ളത്തിൽ ചിലവഴിച്ചു. അതിനുശേഷം ഒരാളില്ലാ ബോട്ട് 2 വൈമാനികരെയും കണ്ടെത്തിയതായി US സെൻട്രൽ പറയുന്നു. US സൈന്യം കടലിൽ നടത്തിയ ആദ്യ രക്ഷാപ്രവർത്തനമാണിത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ക്രൂഡ് ഓയിൽ കയറ്റുമതിക്കും ടാങ്കറുകൾക്കും ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടാൻ ടെഹ്റാനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അമേരിക്കൻ സൈന്യത്തിന് H-64 അപ്പാച്ച ഹെലികോപ്റ്ററുകളിൽ ഒരു പ്രധാന ആസ്തി നഷ്ടപ്പെട്ടു എന്നാണ് US സെൻകോം വ്യക്തമാക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗിച്ചത് കോർസെയർ എന്ന 24 അടി നീളമുള്ള ഒരു കപ്പലായിരുന്നു എന്ന് അമേരിക്ക വ്യക്തമാക്കി. ഇത് സറോണിക് ടെക്നോളജീസ് കൊണ്ട് നിർമ്മിച്ചതാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയാണ് ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ തുടങ്ങിയത്. ഇതോടെ ശക്തമായ പ്രത്യാക്രമണങ്ങൾ നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. എന്നാൽ ഇസ്രായേലിനെ ഈ പ്രത്യാക്രമണങ്ങളിൽ തടഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തിങ്കളാഴ്ച ദുർബലമായ വെടിനിർത്തൽ യാഥാർത്ഥ്യമായി എന്ന തലത്തിൽ ട്രംപിന്റെ ചില പ്രസ്താവനകൾ. എന്നാൽ ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത് അപക്വമാകും എന്ന് നെതന്യാഹു ട്രംപിനെ ഓർമ്മപ്പെടുത്തി. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രായേൽ അതിശക്തമായ പ്രത്യാക്രമണത്തിന് വട്ടം കൂട്ടുമ്പോഴാണ് ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകൾ. പിന്നീട് അമേരിക്കൻ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടതോടെ ട്രംപ് കൂടുതൽ സമ്മർദ്ദത്തിലായി. ഇറാനിൽ വീണ്ടും പോരാട്ടം ആരംഭിക്കുന്നതിനുള്ള അടിയന്തര സന്നദ്ധതയും തയ്യാറെടുപ്പും തങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് IDF വ്യക്തമാക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രതിരോധ ആക്രമണ സംവിധാനങ്ങളും ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കുന്നു. നേരത്തെ ഞങ്ങൾക്ക് നേരെ അഴിച്ചുവിട്ടിയ ആക്രമണങ്ങളെ ഞങ്ങൾ തടയുകയും ഇറാനിൽ വേഗത്തിലും ശക്തമായതുമായ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ കൂടുതൽ പ്രധാനപ്പെട്ടതും കഠിനവുമായ ഒരു പ്രഹരത്തിനുള്ള തയ്യാറെടുപ്പ് അനിവാര്യമായിരിക്കുന്നു എന്നതിന്റെ സൂചന. ഇറാനെതിരെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്ക് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അനുമതി നൽകി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്നത്. ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് നയതന്ത്രമാണ്, എന്നാൽ ഇറാൻ ആവശ്യപ്പെടുന്നത് മറ്റു വഴികൾ. നയതന്ത്രത്തിന്റെ ഭാഷയാണ് ഞങ്ങൾക്കിഷ്ടം, പക്ഷേ ഞങ്ങൾ മറ്റു ഭാഷകൾ വളരെ നന്നായി സംസാരിക്കും. ഹോർമുസ് കടലിടുക്ക് അന്താരാഷ്ട്ര ജലാശയമല്ല, മറിച്ച് ഇറാനും ഒമാനും പങ്കിടുന്ന സ്ഥലമാണ്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവന്നുകൊണ്ട് ഇറാനിയൻ ഉന്നത നയതന്ത്രജ്ഞർ പറയുന്നു. നമ്മുടെ പ്രദേശത്തിന് സമീപമുള്ള വിദേശ സേനകൾ സുരക്ഷിതരായി എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോവുക. 2-3 ദിവസത്തിനുള്ളിൽ ഒരു പൂർണ്ണ കരാറിൽ ഒപ്പുവെക്കാൻ ഞങ്ങൾക്ക് നല്ല അവസരമാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് എന്ന് തിങ്കളാഴ്ച വ്യക്തമാക്കിയ ട്രംപ് ഇപ്പോൾ തന്റെ വാക്കുകൾ വിഴുങ്ങുകയാണ്. നമ്മൾ ബോംബാക്രമണം നടത്തിയാൽ ധാരാളം ആളുകൾ കൊല്ലപ്പെടും. അതിനേക്കാൾ നയതന്ത്രത്തിന്റെ ഭാഷയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ ഇറാനെതിരെ ശക്തമായ ആക്രമണങ്ങൾക്ക് US സെൻകോമിന് നിർദ്ദേശം നൽകുന്നു. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് കൂടുതൽ ആക്രമണങ്ങൾക്കുള്ള ഒരുക്കം തുടങ്ങി. എന്നാൽ ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനുകൾ,
നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾ എന്നിവ ശക്തമായ ആക്രമണങ്ങളിലൂടെ തകർക്കുകയാണിപ്പോൾ അമേരിക്ക. US വ്യോമസേനയുടെയും നാവികസേനയുടെയും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്കൻ ആക്രമണങ്ങൾ. ഇറാന്റെ തെക്കൻ മേഖലയിൽ നിന്ന് നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ട്. ഈ ആക്രമണങ്ങളുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്നതിൽ നിലവിൽ വ്യക്തതകളൊന്നുമില്ല. ഇറാനിൽ 3 ഘട്ടങ്ങളായാണ് അമേരിക്ക ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും റഡാറുകളുമാണ് പ്രധാനമായും ലക്ഷ്യമിട്ടത്. പരസ്പരം ആക്രമണം നിർത്തി എന്ന് 2 രാജ്യങ്ങളും പ്രഖ്യാപിച്ച പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ അതിശക്തമായ യുദ്ധം. അതാണ് മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കനത്ത ജാഗ്രതയാണ് തങ്ങൾ പുലർത്തുന്നത് എന്നും ആക്രമണം പ്രതിരോധിക്കുന്നുവെന്നും കുവൈറ്റ് വ്യക്തമാക്കി. ഗൾഫ് മേഖലയിലുള്ള 21ഓളം കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇതിനകം ഇറാൻ ആക്രമണം നടത്തിയത്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ പരമോന്നത സൈനിക കൗൺസിൽ അടിയന്തര യോഗം ചേർന്നു. തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ അതിർത്തി ലംഘിച്ചെത്തിയ US ഹെലികോപ്റ്ററാണ് തങ്ങൾ തകർത്തത് എന്ന് ഇറാൻ വാദിച്ചു. ഇറാന്റെ വ്യോമാക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. ഇതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് ടെഹ്റാൻ. ഇറാനിൽ ഇപ്പോൾ US നടത്തുന്നത് സ്വയം പ്രതിരോധ ആക്രമണങ്ങളാണ് എന്ന് ട്രംപ് പറയുന്നു. അമേരിക്കയുടെ ആദ്യ റൗണ്ട് ആക്രമണങ്ങൾക്ക് ശേഷം ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ കേട്ടുവെന്നാണ് ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ഇപ്പോഴത്തെ യുദ്ധത്തിൽ തികഞ്ഞ ജാഗ്രത പാലിക്കണമെന്ന് ബെന്യമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഒരു ദിവസം മുൻപ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞിരുന്നു, ഇറാനുമായി വീണ്ടും യുദ്ധത്തിലേക്ക് പോയാൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടേണ്ടി വരുമെന്ന്. ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ വിഴുങ്ങേണ്ടി വരുന്നു ട്രംപിന്. ഇറാനെ മുട്ടുകുത്തിക്കണമെങ്കിൽ വീണ്ടും നെതന്യാഹുവിനെ ഒപ്പം ചേർക്കണമെന്നതാണ് ഇപ്പോഴത്തെ ട്രംപിന്റെ അവസ്ഥ. ജോർദാനിലെ US താവളമായ അൽ അസ്രഖിന് നേരെയും IRGC മിസൈൽ ആക്രമണം നടത്തി. F-35 ഹൈങ്ങറുകളും കമാൻഡ് ആൻഡ് കൺട്രോൾ കേന്ദ്രവും ആക്രമിച്ച് തകർത്തു എന്നാണ് ഇറാന്റെ IRGC വ്യക്തമാക്കുന്നത്. അമേരിക്ക കൂടുതൽ ആക്രമണം നടത്തിയാൽ അതിക്രൂരവും നിർണായകവുമായ പ്രതികരണത്തിന് തങ്ങൾ നിർബന്ധിതരാകും എന്ന ഇറാന്റെ വാദം. US ആക്രമണത്തിന് തിരിച്ചടി ഇറാൻ നൽകുമ്പോൾ മറുവശത്ത് പ്രത്യാക്രമണം അതിശക്തമായിരിക്കുമെന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കഠിനമായ യുദ്ധതലങ്ങളിലേക്ക് പശ്ചിമേഷ്യ പതിക്കുന്ന കാഴ്ച. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കുറി രണ്ടും കൽപ്പിച്ചു തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.